ആ വാക്യം വായിച്ചിട്ട് ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1:12 നമുക്കൊന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1:12. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. മതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഞാനിപ്പോ എന്റെ പ്രസംഗ വിഷയം എന്താണെന്ന് വെച്ചാൽ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉള്ള ഒരു ചെറിയ ഒരു പ്രബോധനമായിട്ട് എന്റെ മനസ്സിൽ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവിതം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ് ഇൻ മൈ ലൈഫ്, ഓർ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്റെ ജീവിതം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ദൈവദാസൻ, നമുക്കറിയാം ഈ വാക്യം എഴുതിയ ആളുടെ പേര് നമുക്കറിയാം. ആരായിരുന്നു? അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് മിടുക്കനായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ സുവിശേഷം അറിയിക്കാൻ. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രകളൊക്കെ പ്രശസ്തമാണ്. 1ാം മിഷണറി യാത്രയില് ഗലാത്യ മേഖലകളിലേക്ക് പോയത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് മക്കദോന്യ മേഖലകളിലേക്ക് പോയതറിയാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും സുവിശേഷവുമായിട്ട് പോവുക മാത്രമല്ല, പോയ സ്ഥലങ്ങളിലൊക്കെ മനോഹരമായ കുടിവരവുകൾ രൂപപ്പെടുത്താനൊക്കെ അപ്പോസ്തലനായ പൗലോസിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല മിടുക്കനായിട്ട് സഹോദരന്മാരുടെ കൂടെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷവുമായിട്ട് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം പള്ളിയിൽ പോയതാ, ആരാധനയ്ക്ക് പോയതാ, പക്ഷെ പോകുന്ന വഴിക്ക് റോമൻ പടയാളികൾ പിടിച്ചു. അതിനുശേഷം നമുക്കറിയാം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വാക്ക് നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനം തന്നെ കാരാഗ്രഹ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് മനസ്സിൽ ചിന്തിച്ച ഒരു വാക്കാണ് നമ്മളിപ്പം വായിച്ചു കേട്ടത്. എന്താ വായിച്ചത്? എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നമ്മളൊക്കെ ആണെങ്കിൽ ചില ചെറിയ പ്രശ്നം ടെൻഷൻ അടിക്കാം. എന്റെ കർത്താവേ, എന്തോരു സുവിശേഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന, എന്തെല്ലാം പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന, പെട്ടെന്നാണല്ലോ ഈ കാലുവേദന വന്നത്, പെട്ടെന്നാണല്ലോ ഈ പ്രശ്നം വന്നത് എന്നെല്ലാം പറഞ്ഞ് നിരാശയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇവിടെ ദൈവവചനം പറയുക, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആര് പറയണതാ? ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ആള് പറയുക, ഞാനിപ്പോ കാരാഗ്രഹത്തിൽ കിടക്കുക. പക്ഷെ ഈ കാരാഗ്രഹത്തിൽ ഞാൻ കിടന്നതും എന്തിന് കാരണമായി തീർന്നു? സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിഷയം ഇതാണ്, എന്റെ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം എന്താ? നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ലക്ഷ്യം ഇപ്പോഴേ ഓൾഡ് ഏജ് ഹോം പ്ലാൻ ചെയ്യാനല്ല. നമ്മൾക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ലക്ഷ്യം ഒരവസരമെങ്കിലും സുവിശേഷം അറിയിക്കാൻ ഒരവസരമെങ്കിലും. ഈ പൗലോസ് പറയുക, എന്റെ ജീവിതത്തിൽ ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കാൻ ഇടയായത് സുവിശേഷത്തിന്റെ വാതിൽ അടയാനല്ല കാരണമായി തീർന്നത്, പകരം സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്നത്. എങ്ങനെയാ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്നത്? ഞാൻ വേഗത്തിൽ പറയുക. ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, അവിടെ കിടന്നുകൊണ്ട് അവിടെയുള്ളവരെ കർത്താവിന് വേണ്ടി നേടാൻ പൗലോസിന് സാധിച്ചു. അനേകരെ കാരാഗ്രഹത്തിൽ പൗലോസിന് കാവലായിട്ട് അകമ്പടിയായിട്ട് നിൽക്കുമ്പോൾ ഒരുത്തനോട് പോലും സുവിശേഷം പറയാതെ പൗലോസ് വിട്ടില്ല. അപ്പം അകമ്പടി പട്ടാളത്തിൽ ഓരോരുത്തരോടും സുവിശേഷം പറയാൻ ഇതൊരു അവസരമായിട്ട് പൗലോസിന് കിട്ടി. നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ ദൈവം ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. സുവിശേഷം അറിയിക്കുന്നത്. എന്തിനാ കർത്താവേ എനിക്ക് ഇവിടെ ഇങ്ങനെ ഈ ജോലി തന്നത്? എന്തിനാ കർത്താവേ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്? കർത്താവ് പറയും, സുവിശേഷം പറയാം. ഇനി അവിടെ സുവിശേഷം അറിയിച്ചെന്ന് മാത്രമല്ല, പൗലോസ് പറയുക, ഞാനിവിടെ കിടക്കുമ്പോഴുണ്ടല്ലോ, ഞാനിവിടെ കിടക്കുമ്പോൾ കുറേ പേരെ കർത്താവ് എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്റെ സഹോദരൻ അവിടെ ജയിലിൽ കിടക്കുക, ആ സഹോദരന്റെ ശുശ്രൂഷ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് കുറെ പേരെ ദൈവം അങ്ങനെ സുവിശേഷം അവർക്ക്. ഇനി അതും തീർന്നില്ല. ഈ പൗലോസിനെ കുറിച്ചൊക്കെ വാട്സാപ്പിലും ഇതിനകത്തൊക്കെ എഴുതാനും കുറെ പേര് ഏൽപ്പിച്ചു. അവര് വൈരാഗ്യം കൊണ്ട് എഴുതുന്നത്. പക്ഷെ അതും എന്തിനു കാരണമായി തീർന്നു? സുവിശേഷത്തിന്. എന്റെ ബന്ധനത്തില് എനിക്ക് ദണ്ണം വരുത്താനായിട്ട് കുറെ പേര് ശ്രമിച്ചു. പക്ഷെ അതിലും കാര്യം എന്താണെന്നറിയാവോ? ഗുണം ഉണ്ടായിരുന്നെന്നറിയാവോ? അവിടെയും സുവിശേഷം
പൗലോസ് നോക്കുന്നത് എനിക്കെന്ത് കിട്ടിയെന്നുള്ളതല്ല, എന്നിലൂടെ എന്റെ കർത്താവിന്റെ നാമം എത്രമാത്രം മഹത്വപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതിലൂടെ ക്രിസ്തു എനിക്ക് ജീവിക്കുന്ന 2-3 വാക്കുണ്ടല്ലോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഇതിനകത്ത് 1:21 നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വേറൊരു വാക്ക് കാണാൻ പറ്റും, ജീവനോടെ എങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു കാര്യമുള്ളൂ, ക്രിസ്തുവിന്റെ നാമം. പ്രിയമുള്ളവരെ, ബാക്കിയൊക്കെ കർത്താവ്. നമ്മളാകെ ഒരു ലക്ഷ്യം മാത്രം, എവിടെ വിട്ടാലും ഒറ്റയ്ക്ക് ഒരു ലക്ഷ്യം മാത്രം ചെയ്താൽ മതി. പിന്നെ എവിടെ കർത്താവാക്കിയാലും അവിടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ജീവിതത്തിലെ ചില സാഹചര്യത്തിലൂടെ കടത്തിവിട്ട ഒരു സഹോദരിയെ കുറിച്ച്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ആ സഹോദരിയുടെ പേര് മനസ്സിൽ വന്നു കാണും. ഒരുപാട് പ്രസംഗം മിക്കവാറും കേൾക്കുന്നതുമായിരിക്കും. ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെ കടത്തിവിട്ട ഒരു സഹോദരി. ചിന്തിക്കുക, റൂത്താണോ എസ്തേറാണോ? എസ്തേറിനെ നമുക്ക് ചിന്തിക്കാം. എസ്തേറിന്റെ ജീവിതത്തില് കർത്താവ് ചില സാഹചര്യങ്ങളിലൂടെ കടത്തി. എസ്തേറിന്റെ ജീവിതത്തിലൂടെ കർത്താവ് കടത്തിവിട്ട ആ സാഹചര്യങ്ങൾ എങ്ങനെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എസ്തേറിന്റെ ജീവിതവും സുവിശേഷമായിട്ട് എന്താ സഹോദര ബന്ധം എന്ന് ചോദിക്കും. ഞാൻ പറയട്ടെ, എസ്തേർ ഒരു പ്രതിനിധിയാണ്. ആരുടെ പ്രതിനിധിയാണ്? ദൈവമക്കളുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ ഒരു റെപ്രസെന്റേറ്റീവ്. എന്നാൽ എന്റെ മനസ്സിൽ വന്ന മറ്റൊരു വ്യക്തിയുണ്ട് അവിടെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. എസ്തേറിനെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. അതാരാ? മൊർദെഖായി, ഇല്ലേ? ഞാൻ ചിന്തിക്കായിരുന്നു, നമുക്ക് ഈ ചില വ്യക്തികളെ കർത്താവുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പഴയ നിയമത്തിൽ പലതും നിഴല. അപ്പം ഈ മൊർദെഖായിയുടെ ജീവിതം ഞാൻ നോക്കിയപ്പോഴും കർത്താവുമായിട്ട് ചില കാര്യത്തിൽ താരതമ്യം ചെയ്യാനായിട്ട്, മുഴുവനായിട്ടല്ല എങ്കിൽ പോലും കർത്താവുമായിട്ട് താരതമ്യം ചെയ്ത്, അപ്പൊ നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് എസ്തേറിന്റെ ജീവിതവും മറുവശത്ത് മൊർദെഖായിയുടെ ജീവിതത്തെ ആരുമായിട്ടും താരതമ്യം ചെയ്യാനാണ്. കർത്താവുമായിട്ടും ഒന്ന് താരതമ്യം ചെയ്ത് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എസ്തേറിന്റെ ജീവിതത്തിൽ എസ്തേർ കടന്നുപോയ 5 സന്ദർഭങ്ങള് വളരെ വേഗത്തിൽ ഞാൻ ഒന്ന് പറയും. ഒന്നാമത്തെ വാക്യം എസ്തേറിന്റെ പുസ്തകം 2:7 വാക്യം. ആർക്കെങ്കിലും അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹാസയ്ക്ക് അമ്മയപ്പന്മാരില്ലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു. മതി ആന്റി. അപ്പം ഒന്നാമത്തെ എസ്തേറിന്റെ ജീവിതത്തിലെ സാഹചര്യം ഏതാണെന്ന് ചോദിച്ചാൽ, എസ്തേർ ജീവിതത്തിൽ എന്ത് സാഹചര്യത്തിലൂടെ കടന്നുപോയി? അനാഥത്വത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ഡിപ്രിവേഷൻ, ത്യജിക്കപ്പെടലിന്റെ, ഒറ്റപ്പെടലിന്റെ, അനാഥയാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ആര് കടന്നുപോയി? എസ്തേർ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾ അനുഭവിക്കുന്ന വലിയൊരു വേദനയാണ് ജീവിതത്തിൽ എന്ത് സാഹചര്യത്തിൽ കൂടെ പോകുന്നത്? ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യത്തിനായിട്ട് ഞങ്ങള് അഗപ്യമായിട്ടൊക്കെ ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ പ്രശ്നമുണ്ട്. ഏതാണെന്നറിയാവോ? ഒറ്റപ്പെടൽ. ഒരു ദിവസം കൂട്ടുകാരൊന്നും മിണ്ടിയില്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒറ്റപ്പെടൽ ഇതിനെ കൊണ്ടുപോകുന്ന ഒരു വലിയ ദോഷം എന്താ വെച്ചാൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര കുട്ടികളാണെന്നറിയാവോ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. ഒരു ദിവസം പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്ന പെൺപിള്ളേരാ. ഞങ്ങളുടെയൊക്കെ കാലത്തായിട്ട് പറയുമായിരുന്നു, പോസ്റ്റായിട്ട് പോയെന്ന് പറഞ്ഞാല് എല്ലാരും വലിയ കൂട്ടൊക്കെ ആയിട്ടിരിക്കുമ്പോ എന്നെ മാത്രം ആരും കൂട്ടുന്നില്ല. ഞാൻ അങ്ങ് എവിടെ പോയാലും എന്നെ ആർക്കും വേണ്ട, എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരുപക്ഷെ എസ്തേറിന്റെ ജീവിതത്തിൽ എസ്തേർ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. സ്റ്റേറ്റ് ഓഫ് ഡിപ്രിവേഷൻ, ഒറ്റപ്പെടലിന്റെ അനാഥത്വത്തിന്റെ അവസ്ഥ. പക്ഷേ സഹോദരിമാരെ, എന്തിനാ കർത്താവ് ഈ സാഹചര്യത്തിലൂടെ എസ്തേറിനെ വിട്ടത്? ഞാൻ ഇങ്ങനെ പറയട്ടെ,
ഒരു ദിവസം എസ്തേർ ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുക, എന്റെ കർത്താവേ, എന്തിനാ കർത്താവേ ചെറുപ്പത്തിലെ എന്റെ പപ്പയും മമ്മിയും ഇല്ലാതെ എന്നെ ഈ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ കടത്തി വിട്ടതെന്ന് ചോദിച്ചാൽ എസ്തേറിനോട് ദൈവം പറയാൻ പോകുന്ന ഉത്തരവ് എന്തിനാണെന്നറിയാമോ? ഒരു മൊർദെഖായിയെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി. നിന്റെ ജീവിതത്തിൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കാൻ നിന്റെ അപ്പനും അമ്മയും നോക്കിയാൽ നടക്കത്തില്ല. അതിന് പറ്റിയ വ്യക്തി ആരാണ്? മൊർദെഖായി. ഒരു മൊർദെഖായിയെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ഈ മോളെ എസ്തേറേ നിന്നെ ഞാൻ ഈ ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിലൂടെ ദൈവം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായിട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഒരു മൊർദെഖായി നമുക്കുള്ളതാരാ? പ്രിയമുള്ളവരെ, ദൈവമക്കൾ ഒരിക്കലും ഒറ്റപ്പെടണം. യേശു സന്നിധാനം എന്തോ സമാധാനം. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് ഉള്ളപ്പോൾ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ കാത്തു പരിപാലിക്കുന്ന ഒരു കർത്താവ് ഉള്ളപ്പോൾ നമ്മളെ എവിടെ ഒറ്റപ്പെടാനാ? ഈ മൊർദെഖായിയുടെ സ്വഭാവം നോക്കിക്കേ. മൊർദെഖായി തന്റെ മകളായിട്ട് ഈ പെൺകുട്ടിയെ വളർത്തിയത് മാത്രമല്ല, ഒരു പക്ഷെ നല്ല ശിക്ഷണം എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്ന് ഈ മൊർദെഖായി എസ്തേർ പറഞ്ഞു കൊടുത്തതാണ്, ഇല്ലേ? കാരണം ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി കൊട്ടാരത്തിൽ പോയപ്പോഴും മൊർദെഖായി എന്താ ചെയ്തേ? എന്താണ് എന്റെ കൊച്ച രക്ഷപ്പെട്ടല്ലോ, രാജകൊട്ടാരത്തില, ഇനി അവളായി അവളുടെ വാടായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാണാൻ പറ്റുന്നത് എസ്തേർ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ എവിടെയാ വാതുക്കല്ലേ ഗേറ്റിന്റെ അവിടെ ഈ മൊർദെഖായി എന്റെ മോളുടെ സുഖം അന്വേഷിച്ചുകൊണ്ട് പ്രിയമുള്ള ഈ കർത്താവിന്റെ പരിപാലനം, നമ്മളെ കാണുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ താങ്ങുന്ന ഈ കരത്തിന്റെ കീഴിൽ നമ്മളായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരല്ല, അനാഥരല്ല, ഒറ്റപ്പെടുന്നവരല്ല. നമുക്ക് നിരാശയുടെ ആ അവസ്ഥയിലൂടെ, ഇത് എല്ലാവർക്കും മാത്രമല്ല കേട്ടോ, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഇതിന്റെ അപ്പുറത്താ. വയസ്സായ പിള്ളേരൊക്കെ അതിലെതിരൊക്കെ പോയി ഇപ്പൊ ഞങ്ങളും എന്നാ അത്രയൊക്കെ ഉള്ളെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിന്റെ മക്കളാണ് നമ്മൾ ഒരിടത്തും നമ്മൾ ആരല്ല ഒറ്റപ്പെടുത്തി. അപ്പൊ എസ്തേറിന്റെ ജീവിതത്തിലെ സംഭവിച്ച ഒരു സംഭവം, അത് ഞാനിങ്ങനെ പറയട്ടെ, എസ്തേറിനെ വളർത്താൻ വേണ്ടിയുള്ളതായിരുന്നു, എസ്തേറിനെ ഒരുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഭാവിയിലെ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് എസ്തേറിനെ ഒരുക്കാൻ, ഒരു മൊർദെഖായിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു എസ്തേറിന്റെ ജീവിതത്തിൽ ഒരു അനാഥത്വം. ഇത് രണ്ടാമത്തെ എസ്തേറിന്റെ ജീവിതത്തിലുള്ളത് 2:8. അവിടെ നമ്മൾ കാണുന്നത്, രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തഃപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. അപ്പൊ രണ്ടാമത്, അപ്പൊ ആദ്യം എസ്തേർ കടന്നുപോയ സാഹചര്യം ത്യജിക്കപ്പെടലിന്റെ അല്ലെങ്കിൽ അനാഥമാക്കപ്പെടുന്ന സിറ്റുവേഷനിൽ അവിടെ ദൈവം അവളെ ഒറ്റയ്ക്ക് വിട്ടില്ല, അവളെ താങ്ങാനായിട്ട് ഒരു മൊർദെഖായിയെ. രണ്ടാമത് എസ്തേറിന് ഒരു ഇലക്ഷന്റെ പ്രക്രിയയിലൂടെ കടത്തി എന്ന് പറഞ്ഞാല് അഹശ്വേരോസ് രാജാവ്, അല്ലേ? അഹശ്വേരോസ് രാജാവിന്റെ ഭാര്യ പദവിയിലേക്കുള്ള സെലക്ഷൻ. എസ്തേറിനെ ആ സെലക്ഷന് വിടുമ്പോൾ ഒരു കാര്യം വാസ്തവമായിരുന്നു, ആ സെലക്ഷൻ അത് ആർക്ക് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു? എസ്തേറിന് വേണ്ടിയുള്ളതായിരുന്നു. അനേകർ അതിൽ പോയാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരം ആ രാജ്ഞിയുടെ സ്ഥാനത്ത് ആരേ ഇരിക്കത്തുള്ളൂ? എസ്തേറേ ഇരിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു സ്ഥലത്ത് ദൈവമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെക്കാൾ മിടുക്കരുണ്ടായിരിക്കാം, നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ടായിരിക്കാം, നമ്മളെക്കാൾ ശ്രേഷ്ഠരുണ്ടായിരിക്കാം. ദൈവം ഒരു കസാര നമുക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു സ്ഥാനം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തരും. അത് ഓർത്ത് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ദേവലാതിപ്പെടുന്നത് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പം
ഈ സെലക്ഷന്റെ പ്രക്രിയയിലൂടെ പോയപ്പോൾ എസ്തേറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ എഴുതി വെച്ചിരുന്ന ഒരു വാക്യമുണ്ട്. എസ്തേർ ആരായിരുന്നു? കാണുന്നവർക്കൊക്കെ അവളോടൊരു താല്പര്യം തോന്നുന്ന രീതിയിൽ എസ്തേറിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊരു വാക്കുണ്ട്. അതിന്റെ 15-ാം തോന്നുന്നു അല്ലേ, 7-ല്. ഈ യുവതി രൂപവതിയും സുമുഖിയുമായ. പ്രിയമുള്ളവരെ, എസ്തേറിന്റെ സൗന്ദര്യം പുറമേയുള്ള സൗന്ദര്യം ആയിരുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനോഹരമായ ചില ഗുണങ്ങൾ എസ്തേറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, എങ്കിലും ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോട്ടെ. തന്റെ പിതാവായിട്ട് തന്നെ സ്നേഹിക്കുന്ന, തന്നെ കരുതുന്ന മോർദെഖായിയോട് ഏത് വാക്കിലും അനുസരിക്കുന്ന ഒരു എസ്തേറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം എസ്തേറിൽ കാണാൻ പറ്റുന്നത്, എസ്തേർ ഈ രാജാവിന്റെ അടുക്കിലേക്ക് എല്ലാവരും പോകുമ്പോൾ നല്ലൊരു സുവർണാവസരം കൂടി അവിടെയുണ്ട്. എന്തിനാണെന്നറിയാവോ? നമ്മളവിടെ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, അതിന്റെ 15-ലാണെന്ന്. തനിക്ക് മകളായിട്ട് എടുത്തിരിക്കുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിന് രാജധാനിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. മതി കേട്ടോ. അത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കും. അവിടെ പോകുന്നവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? പോണ വഴിക്ക് ഇഷ്ടം പോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരുക്കി വെച്ചേക്കുക. ഈ സ്ത്രീകള് രാജാവിന്റെ അന്തപുരത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആ സാധനം വേണം, അത് അപ്പുറത്ത് അതെനിക്ക് തന്നേക്കാവും ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? ഈ പുള്ളിക്കാരനെ എടുത്ത് കൊടുക്കും. കാരണം രാജാവ് പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ വരുമ്പോ അവർ ചോദിക്കുന്ന എന്ത് വേണേലും കൊടുത്തരും, ഒന്നും നോ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന 10 പവന മാലയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഹേഗായി എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. അപ്പം ഈ ആ സമയത്ത് വന്ന മിക്കവാറും സ്ത്രീകൾ എന്ത് ചെയ്ത് കാണും? അതിന് അന്തപുരത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, കയ്യിൽ കിട്ടുന്നത് എടുത്തോണ്ടെങ്കിലും പോകാന്നെങ്കിലും ചിന്തിച്ച് കാണും. പക്ഷെ ഈ എസ്തേറിന്റെ സ്വഭാവത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്നാ, എസ്തേർ ഇനി മോളെ ഇതങ്ങ് എടുത്തോന്ന് പറയാം, കൊടുത്താൽ എന്ത് ചെയ്യും? കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ കൂടി കൊടുക്കുന്നതായിരിക്കും. അതല്ലാതെ ഒന്നും ചോദിച്ചു അവസരം മുതലാക്കുന്നയാളായിരുന്നില്ല. എനിക്കുള്ള എന്റെ കർത്താവ് തന്നു, എനിക്കുള്ളത് എന്റെ ദൈവം കരുതിക്കൊള്ളുന്ന ഒരു തൃപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ. മൂന്നാമത് എന്റെ മുമ്പില് എന്റെ മനസ്സിൽ വന്ന എസ്തേറിന്റെ ഒരു വലിയ സൗന്ദര്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീടുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. പെണ്ണുള്ളവരെ, ദൈവം അങ്ങനെയുള്ളവരെ ഓരോ സ്ഥാനത്തേക്ക് അനുസരിക്കുന്നവർ, ഉള്ളതിൽ തൃപ്തിയുള്ളവർ, ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ വരുമ്പോൾ മുട്ടുമടക്കി കർത്താവേ എനിക്ക് വേണമെന്ന് പറയുന്നവരെ ആ സ്ഥാനത്തേക്ക് ദൈവം നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മളൊരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ദൈവം നമ്മളോട് കരുണ തോന്നിയ എസ്തേറിന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യം, കാണുന്ന എല്ലാവർക്കും എസ്തേറിനോട് കരുണ തോന്നി, ഒരു താല്പര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് മനസ്സലിവ് കാണിച്ചാൽ, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ബാക്കിയുള്ളവർക്കൊക്കെ ദൈവം നമുക്ക് വിജയം തന്നു. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ. ദാരിദ്ര്യത്തിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അനാഥത്തിന്റെ സിറ്റുവേഷൻ, അത് എസ്തേറിനെ എവിടേക്ക് എത്തി? തിരഞ്ഞെടുക്കപ്പെടേണ്ട സിറ്റുവേഷൻ, ഈ സാഹചര്യം എസ്തേറിനെ ഏത് രീതിയിൽ എത്തിച്ചു എന്ന് ഞാൻ പറയും. മൂന്നാമത് എന്റെ മനസ്സിൽ വന്നത്, വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എസ്തേറിന്റെ ജീവിതത്തിലുണ്ടായി. നമുക്കൊക്കെ അറിയാവുന്ന, ഞാൻ അതുകൊണ്ട് ആ വാക്യം എടുക്കുന്നില്ല. എപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്? എപ്പോഴാന്ന് വെച്ചാൽ എസ്തേറിന്റെ ജനങ്ങൾ അവരെന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെട്ടു. കാരണക്കാരനാരാ? നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു ഹാമാൻ നോക്കിയപ്പോൾ
ഇവന്മാരെ കൊണ്ട്, ഈ മോർദെഖായിയുടെ ആളെ കൊണ്ട് രക്ഷയില്ല. മറ്റുള്ളവരൊക്കെ ഹാമാന്റെ പുറകെ അനുസരിച്ച് വണങ്ങി നടക്കുമ്പോൾ ഈ മോർദെഖായിയുടെ ആൾക്കാർക്ക് എന്തില്ല? ഒരു മര്യാദയില്ല. ഹാമാനെ കാണുമ്പോൾ എഴുന്നേക്കത്തില്ല, ഹാമാനെ കാണുമ്പോൾ വണങ്ങത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പം ഹാമാൻ തീരുമാനിച്ചു, ഇവന്മാരെ ഇനി അധികം നാള് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരുടെ വർഷത്തിലെ 1-ാമത്തെ മാസം ഹാമാൻ ഒരു തീരുമാനം, അവിടെ പുലിം എന്ന് പറഞ്ഞ നാളിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല, ചീട്ട് തീരുമാനിച്ചു, ഈ വർഷം 12-ാമത്തെ മാസം, ആധാർ മാസം 13-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ സമൂഹത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കും. എത്ര നാൾ മുമ്പെടുത്ത തീരുമാനം? 11 വർഷം അല്ലെങ്കിൽ 12 മാസം മുമ്പെടുത്തേക്കുന്ന തീരുമാനം. ആധാർ മാസം 13-ാം തീയതി ആകുമ്പോൾ ഈ പറയുന്ന സമൂഹത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. എന്തായാലും സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നു. മോർദെഖായി വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തി. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്നൊരു ആ പ്രസ്താവനയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമുക്കതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടാണ് യോധി രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? അപ്പം എസ്തേറിനെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാന്നുള്ളത് ആരുടെ ഉദ്ദേശമായിരുന്നു? ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. മോർദെഖായി പറയുക, മോളെ എസ്തേറെ, വെറുതെ അല്ല നിന്നെ ഈ സ്ഥാനത്ത് ദൈവമാണ്, വെറുതെ അല്ല. ഒരുപക്ഷെ നിന്റെ ഇല്ലായ്മയെ നീ ഒത്തിരി പ്രാർത്ഥിച്ചു. നീ തെരഞ്ഞെടുക്കപ്പെടേണ്ട സമയത്ത് നീ നിന്റെ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു കാണും, രാജാവിന്റെ ക്യൂനായിട്ടുള്ള സെലക്ഷൻ വരിക, പ്രാർത്ഥിക്കണം. ഈ സെലക്ഷൻ ചെയ്യപ്പെട്ട് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കൊണ്ടൊരു വലിയ ഉദ്ദേശത്തിലാണ് ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക്. നിങ്ങളുള്ളവരെ, നമ്മളൊക്കെ ദൈവം ഓരോ സ്ഥാനത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവർക്കും ഏറ്റവും മനോഹരമായ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുക. ഏതാണെന്നറിയാമോ? അമ്മയുടെ സ്ഥാനം. കർത്താവ് ഹവ്വയോട് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീകളെ ദൈവം ഒട്ടും താഴ്ത്തിയല്ല കാണി. പുരുഷനെ തലയാക്കി വെക്കുമ്പോഴും സ്ത്രീകൾക്ക് ദൈവം കൊടുക്കേണ്ട എല്ലാ പരിഗണനയും കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായ സ്ഥാനമാണ് ഏതാ? അമ്മയുടെ സ്ഥാനം. ഈ ലോകത്തിൽ ഏത് മനുഷ്യനും എത്ര ശ്രേഷ്ഠനായാലും, ഇനിയിപ്പം നമുക്കറിയാം പ്രധാനമന്ത്രിയാ ഭാരതത്തിന്റെ നരേന്ദ്രമോദി, അദ്ദേഹം പോലും മുട്ടുമടക്കുന്ന ഒരു സ്ഥാനമുണ്ടെങ്കിൽ തന്റെ മാതാവിന്റെ മുമ്പിലാണ്. അമ്മയുടെ സ്ഥാനത്തിന് ഏത് സ്ഥാനങ്ങളുള്ളൂ. അപ്പോൾ ആ സ്ഥാനത്തിന് വിളിക്കുന്നുണ്ട്. അവിടെയും ദൈവത്തിനൊരു നമ്മളെ ദൈവം പല സ്ഥാനങ്ങളിലും പല ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ മോർദെഖായി എസ്തേറിനോട് പറഞ്ഞ വാക്ക്, ചില ഉത്തരവാദിത്വത്തോട് കൂടി. അപ്പം മോർദെഖായി എസ്തേറിനോട് പറഞ്ഞ വാക്ക് എന്തായിരുന്നു വെച്ചാൽ, ഈ വലിയ ഭീഷണി വരുമ്പോൾ നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നീ മിണ്ടാനാ, നീ പ്രവർത്തിക്കാനാ, നീ ചില കാര്യങ്ങൾ ചെയ്യാനാ. അപ്പൊ ആദ്യം എസ്തേർ ഒരു വാക്ക് പറഞ്ഞു, എന്റെ പൊന്നപ്പച്ച നടക്കത്തില്ല, കാരണം ഇപ്പൊ അങ്ങോട്ട് പോയാ ഇനി 3 മാസത്തേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല. എനിക്ക് ഗതികേടിനെ അങ്ങോട്ട് പോയി രാജാവ് നല്ല ചൂടായിരിക്കുന്ന സമയമാണെങ്കിൽ ചെല്ലുമ്പോഴേ പിന്നെ എന്ത് കാണത്തില്ല, തല കാണത്തില്ല. മോർദെഖായി അന്നേരം പറഞ്ഞത്, മോളെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീ വിചാരിക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ വേറെ വഴിയില്ലെന്ന്. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ വേറെ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ആൾക്കാരറിയാവോ? നിനക്കും നിന്റെ
ഈ അപ്പച്ചനായി എനിക്ക് നിന്റെ പിതൃഭവനത്തിനാണ് നഷ്ടം ഉണ്ടാകുന്നത്, നീ അത് മനസ്സിലാക്കി. എസ്തർ പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ രാജ്ഞിയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടായി. എത്ര ദിവസമാണ്? 3 ദിവസം. തീർന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എന്ത് ചെയ്യും? 3 ദിവസം ഒരുങ്ങാം, അല്ലേ? മേക്കപ്പ് ഒക്കെ ഇടാം. അല്ല, ഞാൻ 3 ദിവസം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും. 3 ദിവസം എന്റെ മുട്ടയിൽ ഞാൻ നിൽക്കും. 3 ദിവസം ദൈവസന്നിധിയിൽ ഞാൻ കണ്ണുനീരൊഴുക്കും. അതിനുശേഷം ഞാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നശിച്ചാലും. പക്ഷേ എസ്തേറിന് ഒരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ വിജയം. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചില വിഷയത്തെ ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. നിങ്ങളുടെ സഭ പ്രാർത്ഥിച്ച ദൈവം, ഞങ്ങൾ അത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഗണേശന്റെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പക്ഷേ പ്രിയപ്പെട്ട ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരണം തന്നെ തട്ടിയെടുത്തു ചിന്തിച്ച ദിവസങ്ങൾ ഈ സഭ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അനുഭവിച്ച കാര്യം ദൈവത്തിന് വേണ്ടി. ഞങ്ങളുടെ സഹോദരിമാർ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കുട്ടി സഹോദരി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശാരീരികമായ പ്രയാസത്തോടെ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചതാ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ ഒരു തടസ്സവും ഇല്ലെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ വെളിച്ചത്തിൽ പറയുക. എസ്തേറിന് പറയാൻ പറ്റി, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവസഭയെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കും. പ്രതിസന്ധി വരുന്നത് എന്തിനാണെന്നറിയാമോ? പ്രവർത്തിക്കാൻ വേണ്ടി, കണ്ണുനീരൊഴുക്കാൻ വേണ്ടിയാ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടിയാ. മുമ്പിൽ ആധാർ മാസം 12-ാം തീയതി 13-ാം തീയതി സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ള വലിയൊരു തീരുമാനവുമായിട്ട് ഹാമാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം കാണുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമാണ്. എസ്തേറിന്റെ പുസ്തകം പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, കർത്താവെന്നുള്ള പേര് കാണാൻ പറ്റത്തില്ല. പക്ഷെ വേറെ ഏത് പുസ്തകത്തിൽ കാണുന്നതിന് മതി കർത്താവിന്റെ പ്രവൃത്തി കാണുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് എസ്തേറിന്റെ പുസ്തകം. ഒരു വാസ്തിയെ മാറ്റി ഒരു എസ്തേറിനെ ആക്കാൻ ദൈവം നടത്തിയ പ്രവർത്തനം. തന്റെ മുമ്പിൽ കഴുമരമൊരുക്കി മൊർദെഖായിയെ കഴുവേറ്റാൻ ഹാമാൻ വരുമ്പോൾ രാത്രിയിൽ രാജാവിന് ഉറക്കം നൽകാതെ രാത്രിയിൽ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിപ്പിച്ച ആ രാജാവിന്, ആ ദൈവത്തിന്റെ പ്രവർത്തനം. ജീവൻ പണയം വെച്ച് രാജാവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ കോപിക്കുന്ന ഒരു രാജാവിനെയല്ല, പകരം ചെന്നപ്പോഴേ ഒരു ചോദ്യം, തലയുടെ പകുതി കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അഹസ്വേരോസിന്റെ കൊട്ടാരത്തിലേക്ക് എസ്തേർ കടന്നു ചെല്ലുമ്പോൾ രാജാവ് പറയുക, നിനക്ക് തലയുടെ പകുതിയല്ല, രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്കങ്ങ്. എങ്ങനെ ഈ രാജാവിന് തോന്നിയത്? ഇത്ര കട്ടിയുള്ള നിയമമുള്ള ഈ അഹസ്വേരോസ് രാജാവിനെ എങ്ങനെയാ ദൈവം ഈ എസ്തേറിനോട് മനസ്സറിവ് കാണിക്കാൻ തോന്നിച്ചത്? ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരുണ്ടായി. പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ രാജകൊട്ടാരത്തിലേക്ക് എസ്തേർ കടന്നിരുന്നത്. പ്രാർത്ഥനയുടെ ശക്തി അത് വലുതാണെന്ന് പറയാൻ പ്രിയമുള്ളവരെ പറയും. അപ്പോൾ എസ്തേർ കടന്നുപോയ 5 സാഹചര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി ഞാൻ അധിക സമയം എടുക്കുന്നു. ഒന്ന്, തിരസ്കരിക്കപ്പെടാനുള്ള സാഹചര്യം, അവിടെ ദൈവം മൊർദെഖായി. 2, തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാഹചര്യം, അവിടെ ദൈവം എസ്തേറിന് വേണ്ടി എസ്തേറിനോട് കനിവ് കാണിക്കുന്നു, എസ്തേറിനോട് താല്പര്യം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. വേട്ടയാടപ്പെടാനുള്ള ഒരു സാഹചര്യം, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവം, പ്രാർത്ഥനയിലൂടെ അതിന്മേൽ വിജയം നേടുന്ന ഒരു സാഹചര്യം എസ്തേറിനുണ്ടാകും. അതുപോലെ പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ. നമുക്കറിയാം, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എസ്തേർ കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ തന്റെ തല പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ എസ്തേറിന്റെ മുമ്പിലേക്ക് രാജ്യം വെച്ച് നീട്ടുന്ന രാജാവ്. അപ്പോൾ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്. എസ്തേറിനോട് ചോദിക്കുക, മോളെ എസ്തേറെ, നിനക്ക് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം? രാജ്യത്തിന്റെ പകുതി തരാം.
ഈ അവസരം നമുക്കൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവസരം മുതലാക്കണം. സമയം കർത്താവേ സ്തോത്രം. വന്നപ്പോഴേ രാജാവ് എനിക്ക് എന്നോട് കനിവ് തോന്നാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് അന്നേരെ പറഞ്ഞ രാജാവെ പിടിച്ചു കേട്ടണം ഹാമാനെ, വേറെ രാജമൊന്നും വേണ്ട, എനിക്ക് മനുഷ്യൻ കൊന്നു തന്നാൽ മതി, ഞങ്ങളുടെ മേലെ എഴുതിയിരിക്കുന്ന. പക്ഷെ അതൊന്നും അല്ല എസ്തർ പറഞ്ഞത്. അതിനെന്നാ പറഞ്ഞു? നല്ലൊരു അവസരം കിട്ടിയിട്ട് പുള്ളിക്കാരി പറയുക വിരുന്നിന് വരാനായിട്ട്. നമ്മളൊക്കെയാണ് പറഞ്ഞാൽ ഈ സഹോദരി ഉള്ള അവസരം നഷ്ടപ്പെടും. വിരുന്നിന് എന്നപ്പോഴും രാജാവ് ആദ്യത്തെ ദിവസം വിരുന്നിന് എന്നപ്പോഴും പറഞ്ഞു ഇവർക്ക് രാജ്യത്തിന്റെ പകുതി തരാം. അന്നേരവും പുള്ളിക്കാരി നാളെ വിരുന്ന് നടത്തോ വരാൻ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ചെന്നപ്പോഴാണ് എന്ത് ചെയ്തത്? വിഷയം എന്തിനാ ഇത്രയും താമസിക്കുന്നത് ഈ കാര്യം പറയാൻ? ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം ആലോചിച്ചിരുന്നു. ദൈവത്തിന്റെ ആലോചനയാ, തന്റെ ബുദ്ധി അല്ല എന്ത് ചെയ്തത് എസ്തർ എടുത്തത്. തന്റെ ബുദ്ധി ഉപയോഗിക്കാണ് എസ്തർ എന്ത് ചെയ്തനെ? അന്നേക രാജാവിനോട് ചോദിച്ചതന്നെ, രാജാവേ ഈ പുള്ളിക്കാരനെ 13-ാം തീയതി സമയം തന്നേക്കുന്നത്, ഇപ്പോഴേ തീർത്ത് കളയാൻ പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ ആലോചന അല്ല. ദൈവത്തിന്റെ ആലോചനക്ക് ഈ എസ്തർ വിധേയപ്പെട്ടപ്പോൾ ആ രാത്രികളിൽ ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനം മറുവശത്ത് നടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വൈദി തന്റെ ഉഗ്രകോപം എടുത്ത് ആ രാത്രിയിൽ ഉറങ്ങാതെ കഴിമരം തീർക്കുമ്പോൾ ദൈവം തന്റേതായ രീതിയിൽ രാജാവിന് ഉറക്കം നഷ്ടപ്പെടുത്തി ആ ദിനവൃത്താന്ത പുസ്തകം തന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ മൊർദെഖായിയെ കുറിച്ചുള്ള ആ വിവരം വായിക്കാനായിട്ട് ദൈവം രാജാവിന് ഒരുക്കിയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിക്കായി പ്രവർത്തിക്കാൻ കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി യഹോവയ്ക്കായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുക. ഇനി 5ാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലൂടെ ഒക്കെ പോയിട്ട് എസ്തേറിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അധികം വാക്യങ്ങളൊന്നുമില്ല. എസ്തേറിനെ കുറിച്ച് അല്ല എഴുതിയത്, മൊർദെഖായിയെ കുറിച്ച് എഴുതി. മൊർദെഖായി രാജ്യത്തെ രണ്ടാമനായി. മൊർദെഖായി വളരെ ശ്രേഷ്ഠനായി. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് ഉയർത്തപ്പെടുന്ന പേര് എന്റെ പേരല്ല, എന്റെ കർത്താവ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറഞ്ഞ വാക്കിലാണ് എന്റെ ബന്ധനം, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട എനിക്ക് സംഭവിച്ചത് എന്റെ കർത്താവിന്റെ നാമത്തിന്റെ. സഹോദരന്മാരെ, ഞാൻ എന്റെ ഹെഡിങ് ഇതായിരുന്നു, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. എന്റെ ജീവിതത്തിലൂടെ, എന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ, എന്റെ അനാഥത്വത്തിലൂടെ, എന്റെ വേദനയിലൂടെ, എന്റെ ഒറ്റപ്പെടലിലൂടെ, എന്റെ ജോലിയിലൂടെ, എന്റെ ഉത്തരവാദിത്വത്തിലൂടെ ആരുടെ നാമം ഉയർത്തപ്പെടണം? എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടണം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസനോട് നമ്മൾ കേട്ടു, സുവിശേഷത്തിലെ നമുക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷെ അനേക സഹോദരന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത അതിശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് സഹോദരിമാരെ ദൈവം ഇന്നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ പത്രത്തിലൊക്കെ ഒരു വാർത്ത ഉണ്ട്, എനിക്ക് കൗതുകമായിട്ടുണ്ട്. ഒരാളുടെ മതിലേല് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. എന്നാ നമുക്കറിയാം, ഇന്ന ആൾക്കാരൊന്നും സുരക്ഷിതത്തിൽ കടക്കത്തില്ല. ഈ മതിലേൽ എഴുതിയപ്പം ഇവർക്ക് തോന്നി ഇന്ന പേര് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എഴുതിയത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ തന്നെ വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണുക പറഞ്ഞു, നീ ഇത് മായിച്ചു കളയണം. ആ മതിലേൽ എഴുതിയ പാവം മനുഷ്യൻ അത് മായിച്ചു കളയണം. ചിന്തിച്ചു നോക്കി, ആ മതിലേ കിടക്കേണ്ട വാക്യം കേരളം മുഴുവനും കടന്നിട്ട് മറ്റു സ്ഥലത്തേക്കും പോകാൻ എന്തായി? ഈ സംഭവിച്ച കാരണമാണ് ഹാമാന്റെ തന്ത്രം. ഇത്ര ഉള്ളൂ പ്രിയമുള്ളവരെ. ലോകത്തിന്റെ തന്ത്രങ്ങൾ സുവിശേഷത്തിനെ തടഞ്ഞു വെക്കാൻ സാധിക്കത്തില്ല. ലോകത്തിലുള്ള തന്ത്രം വെച്ച് പൗലോസിനെ കാരാഗ്രഹത്തിലാക്കാം.
പക്ഷേ ആ കാരാഗ്രഹത്തിൽ ദൈവം കൊണ്ടുവന്നാൽ, അല്ലയോ റോമൻ ഭരണകൂടമേ, നിനക്ക് എന്റെ ദാസനെ കാരാഗ്രഹത്തിലാക്കാം. പക്ഷെ ആ കാരാഗ്രഹത്തിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഒരു പൗലോസിന്റെ വായെ നിനക്ക് അടയ്ക്കാം. ഒരുപാട് പൗലോസുമാരെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഒരു മതിലേൽ എഴുതിയ വാക്യം നിനക്ക് വായിക്കാം. ഒരുപാട് ഹൃദയങ്ങളിൽ ആ വാക്യം എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധി വരട്ടെ, പ്രശ്നം വരട്ടെ, വെല്ലുവിളികൾ വരട്ടെ, എനിക്ക് സംഭവിച്ചത്, നമുക്ക് സംഭവിക്കുന്നത് സുവിശേഷത്തിന്റെ ദൈവനാമ മഹത്വത്തിനായിട്ട് തീർക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് കേൾക്കാനായി